അസ്സലാമലൈക്കും കുട്ടികളെ, ഇന്ന് നടന്ന പൊതുപരീക്ഷ 5ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ നമുക്കൊന്ന് നോക്കാം. ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. സ്ത്രീ പുരുഷന്മാർ ജിന്നുകളിലുണ്ട് എന്ന ശരി. നഹാവന്ത് ഈജിപ്തിലാണോ? അല്ല. പ്രാർത്ഥനയുടെ മര്യാദ സ്വലാത്ത് എന്നാണ് ശരിയല്ല. ഇനി ശൈത്താന്മാരിൽ ഏറ്റവും വലിയ ധിക്കാരി ഫിറഔൻ? അല്ല, തെറ്റാണ്. അംർ ഇബ്നു ആസ് പേർഷ്യയിൽ ഗവർണറാണ്? അല്ല. അല്ലേ? അല്ല. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വടി താഴെയിട്ടാൽ സർപ്പമായി മാറും? തെറ്റ്. യോജിപ്പിക്കാം. ഖുർആൻ, ഹിറാ ഗുഹ, സുബൈർ ഇബ്നുൽ അവ്വാം, സ്വഹാബി. കർമ്മശാസ്ത്ര വിധികൾ ക്രോഡീകരിച്ചവർ ആണ് അബൂ ഹനീഫ. ഖിയാമത്തിൻ്റെ അടയാളങ്ങളിൽ ദജ്ജാലിനെ കൊല്ലൽ, ബിദ്അത്തിന്റെ ഇനം എന്ന ഹസനത്ത്, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുജൂദ്. ആശയം എഴുതാം, അർത്ഥം എഴുതാം. ഇന്ന ശിർക്ക് ലളുൽമുൻ അളീം, അതിഗുരുതരമായ അതിക്രമമാണ് ശിർക്ക്. എന്നടുത്ത് അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നർത്ഥം ഔലിയാക്കൾക്ക് യാതൊരുവിധം ഭയവും ദുഃഖവും അവർക്കുണ്ടാവുകയില്ല. അടുത്തതെന്നാ ഒക്കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും സഞ്ചരിച്ച മാർഗമാണത്. ഇനി അടുത്തതെന്നാണ് വായിക്കൂ. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്താണ് അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ, പൂരിപ്പിക്കാം. തവഫനി മുസ്ലിമ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അടുത്ത ഇന്നാ നഹ്നു ഡാഷ് വ ഇന്നാ ലഹാഫിളൂൻ. അടുത്തതെന്നാ ഇന്നാ ഡാഷ് ലിഇൻസാനി ഡാഷ് അദു മുബീൻ എന്നാ ഇന്ന ശൈത്താന ലിഇൻസാനി അദുവ്വും മുബീൻ. ഇനി അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്ത്? ഇഹലോകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം നിർവചിച്ച ഭാഷ അറബി. സത്യനിഷേധികളിൽ നിന്ന് ഏറ്റവും ഗുരുതരമായത് റിദ്ദത്ത്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ വിശ്വസിക്കുന്നതെന്നാ എന്നാണ് ഷിർക്ക്, അല്ലേ? ഖുലഫാഉർ റാഷിദീങ്ങളുടെ എണ്ണം എത്ര? 4. ഇനി ഉത്തരം എഴുതാം. ദുആ എന്നാൽ എന്ത്? അല്ലെങ്കിൽ ആരാധന. ആരാധനയാണെന്ന് വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാഭ്യർത്ഥന ദുആ ആണ്, പ്രാർത്ഥന. സ്വഹാബി എന്ന് പറയുന്ന ആർക്ക്? മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്ക് സ്വഹാബി എന്ന് പറയുന്നത്. അടുത്തത് ഖിയാസ് എന്നാൽ എന്ത്? വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെ മറ്റൊരു വിഷയത്തെ ബാധകമാക്കലാണ് ഖിയാസ്. അടുത്തത് ഇൽമുൽ ഗൈബ് എന്നാൽ എന്ത്? സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഗൈബ് എന്ന് പറയുന്നത്. 5ാമത്തെ പ്രവർത്തനം ഇജ്മാ എന്നാൽ എന്ത്? അല്ലേ? ആൻസർ പറയൂ. ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ.